ഹായ് ഹലോ, ഇത് കുറച്ച് ദിവസം മുമ്പുള്ള എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. റംസാനിൽ തന്നെ ഉള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ എനിക്കൊരു കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വേണ്ടി സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തൊണ്ടയാട് ബേക്കേഴ്സ് പോയതാണ്. ഇവിടെ നിന്നാട്ട് ഞാൻ എല്ലാ സാധനങ്ങളും വാങ്ങാറ്. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കേക്കിന് മാത്രം വേണ്ടിയിട്ടുള്ള, അതായത് ബേക്കറി ഐറ്റംസിന് വേണ്ടി മാത്രമുള്ളൊരു ഷോപ്പാണ് തൊണ്ടയാട് ബൈപ്പാസിൽ. അപ്പോൾ തിരിച്ച് വരുന്ന വഴി വീട്ടിലൊന്ന് കയറി ഉമ്മനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് എൻ്റെ വീടിൻ്റെ ആ റൂട്ടിലൂടെയാണ് ഞാൻ ബേക്കേഴ്സിലേക്ക് പോവുക. അപ്പോൾ പിന്നെ വീട്ടിൽ പോയാൽ ഉമ്മനോട് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ എന്നും തിരിച്ചു പോരുമ്പോൾ ഉമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ തന്നു വിടാനുണ്ടാവും. അത് കൊണ്ടുവയ്ക്കോ ഇത് കൊണ്ടുവയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ തന്നു വിടും. അപ്പോൾ പിന്നെ തിരിച്ച് 2 മണിയൊക്കെ ആയിട്ട് വീട്ടിലെത്താൻ. അപ്പോൾ ഇന്നൊരു ബൺ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്കുള്ള ഒരു മാവൊന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ 2 കപ്പ് മൈദയിലേക്ക് 1.5 സ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും 1 സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഉപ്പും ചേർത്തിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ, അതായത് നമ്മുടെ കൈ മുക്കാവുന്ന ആ ഒരു നേരിയ ചൂടുള്ള വെള്ളത്തിൽ മാവൊന്ന് കുഴച്ച് വെക്കുകയാണ്. അപ്പോൾ ഇത് നേരത്തെ കുഴച്ച് വെച്ചാലേ നമ്മുടെ മാവ് നല്ലോണം പൊങ്ങി വരുള്ളൂ. അപ്പോൾ അത് ഞാൻ കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ, അതായത് ചപ്പാത്തിനേക്കാൾ ലൂസായിട്ട്. അപ്പോഴേ നമ്മുടെ ബന്ന് നല്ല സോഫ്റ്റ് ആവുള്ളൂ. അപ്പോൾ കുറച്ച് ഓയിലും കൂടി മേലെ തടവിയിട്ട് ഞാനിതൊന്ന് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്ക് നന്നായിട്ട് പൊങ്ങി വന്നോളും. ഇനി അതിൻ്റെ ഫില്ലിങ്ങിലേക്ക് വേണ്ടിയിട്ട് ഞാൻ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്ത് വെജിറ്റബിൾസ് ആയാലും നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ലെറ്റ്യൂസും ആ ചുവന്ന കാബേജൊക്കെ ഉണ്ടായതുകൊണ്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉള്ളി, ക്യാപ്സിക്കം ഒക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതൊന്നും വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് വെച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനെന്താ ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് 1 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി, ക്യാപ്സിക്കം ചേർക്കുന്നുണ്ട്. ഈ ഉള്ളി ക്യാപ്സിക്കം നമുക്ക് ഇതിലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ക്യാപ്സിക്കം ഇട്ട ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇങ്ങനത്തെ ഐറ്റംസ്, ഇങ്ങനത്തെ ഡിഷിനൊക്കെ ക്യാപ്സിക്കം ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതൊന്ന് ചൂടാക്കി കൊടുക്കുകയാണ്. നല്ലപോലെ വഴറ്റേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ അതാ ഞാൻ അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കനൊക്കെ ഓൾറെഡി ഫ്രിഡ്ജിൽ ഇങ്ങനെ റെഡിയാക്കി വെച്ചതുകൊണ്ട് നല്ല ഈസി ഉണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അന്നേരം പിന്നെ ചിക്കൻ വേവിക്കാനൊന്നും നിൽക്കേണ്ടി വന്നില്ല. അപ്പോൾ അതാ ഇതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒറിഗാനോ ആണ് കേട്ടോ. വേറെ സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല. കുരുമുളകും ഈ ഒറിഗാനോവും മാത്രം ചേർക്കുന്നുള്ളൂ. ഈ ഒറിഗാനോ നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇതില്ലെങ്കിലും നമുക്ക് ഈ ഒരു ഡിഷ് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ ചേർത്തുന്നേ ഉള്ളൂ. വേറെ ഒരു സ്പൈസസും ഇതിലേക്ക് വേണ്ട. മഞ്ഞൾപ്പൊടി പോലും വേണ്ട. കുരുമുളക്, ഉപ്പ് മാത്രം മതി ഈ ഒരു ഇതുണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ അതാ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വെക്കാം. അപ്പോഴേക്ക് നമ്മുടെ മാവും റെഡിയായി വരണമല്ലോ. അപ്പോഴേക്കും നമുക്ക് വേറെ പണികളൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ ഇറച്ചിപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ പുട്ട് ഒരു എന്താ പറയുക, ഒരു അനുഗ്രഹം അല്ലേ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. എനിക്ക് ഇവിടെ ആണെങ്കിൽ ഇറച്ചിപ്പുട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ, കുട്ടികൾക്കും എനിക്കൊക്കെ. അപ്പോൾ അതാ ഞാൻ ഓൾറെഡി സമൂസേൻ്റെ ഫില്ലിങ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ചുകൂടി ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് തേങ്ങ കൂടി ഇട്ടിട്ട് ഒന്ന് ആ തണുപ്പ് വിടാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോഴേക്ക് ഞാൻ പുട്ടിനുള്ള പൊടി ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അജ്മീൻ്റെ പുട്ടുപൊടി കേട്ടോ എനിക്ക് നല്ല ഇഷ്ടം. അതിലേക്ക് ഞാൻ എന്താ ഒരു ക്യാരറ്റ് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തത് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ പച്ച മസാല, നമ്മുടെ ചപ്പ് പുതിന ഒന്ന് ചേർക്കുന്നുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞത്. ഇതൊക്കെ എന്താ പറയുക, ഒരു കാണാനൊരു ഭംഗിക്ക് ചേർക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതാ ഞാൻ ഈ നമ്മൾ ഇറച്ചിപ്പുട്ടിന് വേണ്ടിയുള്ളതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ആ തേങ്ങ തന്നെ നമ്മൾ പച്ചയിൽ ചേർക്കില്ല, നമ്മളൊന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ടാണ് ചേർക്കുക. പിന്നെ ഇത് അധികം കുക്കാവാനൊന്നുമില്ല കേട്ടോ, ഓൾറെഡി കുക്കായ സാധനങ്ങളാണ്. അപ്പോൾ അതൊക്കെ റെഡിയായി വന്നപ്പോഴേക്ക് നമ്മുടെ മാവൊക്കെ ഇതാ പൊങ്ങി നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. കുറച്ച് മൈദമാവും കൂടി ഞാനൊന്ന് തൂവി കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്താൽ നമുക്ക് ഉരുളകളാക്കിയിട്ട് ഒന്ന് പിന്നെയും ഒരു 10 മിനിറ്റും കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ബൺ റെസിപ്പിയൊക്കെ ഉണ്ടാക്കാൻ ഈസിയാണ്, കുറച്ച് സമയം വേണമെന്നേ ഉള്ളൂ.
അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സോസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കുറച്ച് ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ കുറച്ച് കുരുമുളക്, കുറച്ച് പഞ്ചസാര, പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി, ഇതൊക്കെ ചേർത്ത് നമ്മളൊരു പിസ്സ സോസൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് ചേർക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ കുറച്ച് നമ്മുടെ ക്രഷ്ഡ് ചില്ലിയും കൂടി ചേർക്കുന്നുണ്ട്. ഈ ഒരു സോസ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ട്. നമ്മൾ ടൊമാറ്റോ സോസ് എന്താ പറയുക, അങ്ങനെ കഴിക്കുന്നതിനേക്കാൾ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി കഴിച്ചാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ ഇത് അതിൻ്റെ കൂടെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ട്രേ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി പണിയൊന്നുമില്ല, നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഓരോ ഉരുളയും പരത്തിയെടുക്കുക, ആ സോസ് ചേർത്ത് കൊടുക്കുക, നമ്മുടെ ഫില്ലിങ് വെക്കുക, നമ്മളൊന്ന് ജസ്റ്റ് റൗണ്ട് ആക്കുക. ഇത്രയേ പണിയുള്ളൂ. 1-2 ഉണ്ടാക്കി വെച്ചതിന് ശേഷം കേട്ടോ ഞാൻ ഓർത്തത്, ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് മൊസറല്ല ചീസ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ചേർക്കാൻ മറന്നുപോയി. അപ്പോൾ പിന്നെ അന്നേരം അതെടുത്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും നിർബന്ധമുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. നമുക്കൊരു റെസിപ്പി പരീക്ഷിക്കണമെങ്കിൽ എല്ലാ ഐറ്റംസും അല്ലെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ടെങ്കിൽ ചെയ്യാവുന്നൊന്നുമില്ല. നമുക്ക് കയ്യിലുള്ളത് വെച്ചിട്ട് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതാ ഞാൻ ചീസും കൂടി വെച്ചിട്ട് ഓരോന്നായിട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട്. നോമ്പിന് ഈ എണ്ണ പലഹാരങ്ങളെക്കാൾ കുറച്ചുകൂടി നല്ലത് ഇങ്ങനെ അധികം എണ്ണ ഒന്നും ഉപയോഗിക്കാതെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഐറ്റംസ് കഴിക്കുന്നതാട്ടോ. അപ്പോൾ ഞാനിതാ നമ്മുടെ ബന്നൊക്കെ ജസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒരു 10 മിനിറ്റും കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേക്ക് ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അത്താഴത്തിനുള്ള ചിക്കനൊക്കെ ഒന്ന് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. മോളവിടെ വെള്ളം റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഈ ബന്നിൻ്റെ മേലേക്ക് ഒരു മുട്ട അടിച്ചതോ അല്ലെങ്കിൽ കുറച്ച് ഓയിലോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണേ. അപ്പോഴേക്ക് പല പണികളും നടക്കുന്നുണ്ട് കേട്ടോ. ബന്ന് ഞാൻ ബേക്ക് ചെയ്യാൻ വെക്കുകയാണ്. വത്തക്ക ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതാ ഞാൻ പുട്ട് ചുട്ടെടുക്കുകയാണ്. ഈ ഇറച്ചിപ്പുട്ട് ചുടുമ്പോൾ നമ്മൾ ഫില്ലിങ് നല്ലോണം വെക്കണം കേട്ടോ. അതായത് 3 സ്പൂണ് പുട്ടിൻ്റെ പൊടിക്ക് 2 സ്പൂണ് ഫില്ലിങ് തന്നെ വെക്കണം. നമ്മൾ സാധാരണ പുട്ട് ഇടുമ്പം തേങ്ങ കുറച്ചിടുന്ന പോലെയല്ല, ഇത് നല്ലോണം ഫില്ലിങ് വെച്ചാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ പത്തിരിയും കൂടി ചുടുന്നുണ്ട്. ഇവിടെ ഹസ്ബൻഡിന് പുട്ടിനോട് വലിയ താല്പര്യമില്ല, മുപ്പരിക്ക് പത്തിരി നിർബന്ധമാണ്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ പൊടി ഉണ്ടായിരുന്നു ഓൾറെഡി കുഴച്ചത്. ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് തന്നെ പരത്താൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ഒരു 3-4 പത്തിരിയല്ലേ, ഞാൻ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കൂടെ പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ. വേറെ കറിയൊന്നും വേണ്ട. ഈ മസാല ആവശ്യത്തിന് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ കുറച്ച് മയോണൈസും കൂടി ഉണ്ടാക്കുകയാണ് കുട്ടികൾക്ക് ബന്നിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് പിന്നെ ഈ മയോണൈസൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം പറയണ്ട. ഭയങ്കര ഇഷ്ടമാണല്ലോ മയോണൈസ് ഉള്ള എല്ലാ റെസിപ്പീസും. മയോണൈസ് ഉണ്ടാക്കാൻ ഞാൻ 2 മുട്ടേൻ്റെ വെള്ളയാട്ടോ എടുത്തിരിക്കുന്നത്. അതിലേക്കൊരു 3 വെളുത്തുള്ളി, കുറച്ച് ഓയിലും ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് മിക്സിയിലിട്ട് കറക്കിയതിന് ശേഷം കുറച്ച് വിനെഗറും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചിട്ട് നല്ല തിക്കാവുന്ന വരെ അടിച്ചെടുത്താൽ നമ്മുടെ മയോണൈസ് നല്ല സൂപ്പർ ടേസ്റ്റിൽ റെഡിയായി കിട്ടും. അപ്പോഴേക്കും നമ്മുടെ ബന്നൊക്കെ ഇതാ ബേക്കായി വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കറി റെഡിയായി. അപ്പോൾ എല്ലാം ഈ സമയത്ത് എങ്ങനെ നേരത്തെ തുടങ്ങിയാലും നല്ല തിരക്കായിരിക്കും. പക്ഷേ ബാങ്ക് കൊടുക്കുമ്പോഴേക്കും എല്ലാ പണിയും കഴിയും ചെയ്യും. ഇനി കുറച്ച് ചീരാക്കഞ്ഞിയും കൂടി വെച്ചാൽ ഇന്നത്തെ പണിയൊക്കെ ഏകദേശം കഴിയും. അപ്പോഴേക്ക് ബാങ്ക് വിളിക്കാനുള്ള സമയമൊക്കെ ആയി. അപ്പോൾ മക്കളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ടേബിളിൽ. ഇറച്ചിപ്പുട്ടും പത്തിരി, ബീഫ് കറി, പിന്നെ നമ്മുടെ ബന്നും സ്പെഷ്യൽ ചീസ് ബന്നും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ബന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നല്ല സോഫ്റ്റായിരുന്നു. അപ്പോൾ നമുക്ക് ഓവൻ വേണമെന്ന് നിർബന്ധമില്ല. നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്ന പോലെ തന്നെ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. കുറച്ച് സമയം കൂടുതൽ വേണമെന്നേ ഉള്ളൂ അടുപ്പിൽ. പിന്നെ ഈ കളറ് കിട്ടാനും കുറച്ചൊരു പ്രയാസമായിരിക്കും. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഈ ഒരു ബന്നോട് കൂടി നമ്മുടെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.